നമസ്കാരം. ന്യൂസ് എറ്റ് ഹൗസിൽ ഇന്നലെ വീഡിയോ ഒന്നും ഉണ്ടായിട്ടില്ല, നല്ല സുഖം ഉണ്ടായില്ല. ആ സാഹചര്യത്തിൽ ഇന്നലെ ഒരു അവസരം കിട്ടി. 2 മോഷണാരോപണം ഇന്നലെ വന്നിരുന്നു. രണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ 2 ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീലേഖ ദൃഢം എന്ന സിനിമയിൽ രാഹുൽ സദാശിവൻ്റെ മാർട്ടിൻ ജോസഫിൻ്റെ ദൃഢവും രാഹുൽ സദാശിവൻ്റെ ഭൂതകാലം എന്ന സിനിമയും എൻ്റെ കഥ മോഷ്ടിച്ചാണെന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതിലവർ വളരെ നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിപ്പിക്കേണ്ട ഒരു പോയിൻ്റ് കൂടി പറഞ്ഞിട്ട് ഇതിൻ്റെ രണ്ടിനും പിന്നിൽ ഒരാളാണോ എന്നുള്ളൊരു സംശയം കൂടി അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതാരാണ്, ഈ കഥയ്ക്ക് ഈ സിനിമയായിട്ട് എന്താണ് സാമ്യം, ഈ കഥ ശരിക്കും സമാനതയുള്ളതാണോ, പ്ലോട്ടുകൾ സെയിം ആണോ, ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഞാനിത് ഇന്നലെ ഈ സമയം കിട്ടിയപ്പോൾ വിശദമായിട്ട് തന്നെ ഈ 2 കഥകളും കേട്ടു. ഒന്ന് അനുഭവ കഥയാണ്, ഒന്ന് അവർ ശരിക്കും എഴുതിയ കഥയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. മറ്റേതൊരു പ്രേതമുള്ള വീട്ടിൽ അവർ താമസിച്ച അനുഭവം എഴുതിയതാണ്. ഈ കഥ ഞാൻ കേട്ടപ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടായി, ഈ കഥയും സിനിമയും തമ്മിൽ സമാനത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. മാത്രമല്ല അവർ എന്തിനാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്ന കാര്യത്തിൽ അത് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഇവിടെയല്ല, ന്യൂസ് എറ്റ് ഹൗസിലല്ല, നമ്മുടെ ബാൽക്കണി ബൈ ന്യൂസ് എറ്റ് ഹൗസിലാണ്. ബാൽക്കണി NH എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നമുക്ക് നേരത്തെ നിങ്ങൾ അറിയിച്ചിട്ടുള്ളതുപോലെ സിനിമ നമുക്കവിടെ സംസാരിക്കാം. അതിലേക്ക് വരിക. ഞാനവിടെ വിശദമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെയുണ്ട്, വിട്ടുപോകരുത്. എന്നിട്ട് കമൻറ്റ് അറിയിക്കണം. കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. നന്ദി, നമസ്കാരം.